നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയ സമയത്ത് എന്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ചോദ്യം അത്താഴത്തിനെല്ലാം കഴിക്കാൻ കിട്ടുമെന്നുള്ളതാ. പിന്നെ വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് സമയം പോകാൻ വേണ്ടി ഞാൻ കുറെ നേരം പുറത്ത് നോക്കിയിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ഫുഡ് കൊണ്ടൊന്ന് സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസും സലാഡ്സും പിന്നെ ഒരു ചോക്ലേറ്റിന്റെ ഫഡ്ജും അതുപോലെ തന്നെ ബട്ടറും ചെറിയൊരു കുട്ടി ചോക്ലേറ്റും പിക്കിളും പിന്നെ കാഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒപ്പം നോൺ വെജിറ്റേറിയൻ പറഞ്ഞ സമയത്ത് അവരൊരു ചിക്കൻ കറിയും പിന്നെ ചോറുമാണ് തന്നിട്ടുണ്ടായിരുന്നത്. തുറന്നപ്പോഴത്തേക്കും നമ്മൾ നാടൻ ചോറാണ് ഞാൻ കണ്ടത്. അതിന്റെ കൂടെ ചിക്കൻ കറി ഉണ്ടായിരുന്നത്. ചോറ് ഒരുപാട് നാളെ ഞാൻ കഴിക്കുന്നതിന് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കറിയും കൂട്ടി കഴിച്ച സമയത്ത് എങ്ങോട്ട് പോയെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അമ്മ അതിൽ അപാര ടേസ്റ്റ് ആയിരുന്നു. ഒരു കൊഴുകൊഴുത്തൊരു കറിയായിരുന്നു കേട്ടോ ചിക്കൻ കറി. പിന്നെ ഈ സലാഡ് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടോ. കോണും ഈ മൾട്ടി ഗ്രെയിൻസ് ഒക്കെ ഇട്ടിട്ടുള്ളത് അത് ഫുള്ള് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ കണ്ടൻസ് മിൽക്കിൽ വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഫഡ്ജ് ഇല്ലേ, ഇതിന്റെ കാര്യം പറയാണ്ടിരിക്കുകയാണ് ഭേദം. ഭയങ്കര മധുരമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് കഴിച്ചൊന്നുമില്ല, പാക്ക് ചെയ്തു. പിന്നെ ഈ കിട്ടിയ മീൽ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് എന്താണെന്നറിയോ? എൻ്റെത് ഈ ബട്ടറും ബന്നുമാണ്. ഈ ബണ്ണുണ്ടല്ലോ രണ്ടായിട്ട് തുറന്നിട്ട് അതിനകത്ത് ഈ ബട്ടർ വെച്ചിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അയ്യോ ഭയങ്കര സുഖമാണ് കേട്ടോ. ഈ കഴിച്ചതിനേക്കാളൊക്കെ ഏറ്റവും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഒരു സാധനമാണിത്. പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടി ബാലൻസ് ഉണ്ടായിരുന്നത് റോസ്റ്റഡ് കാഷ്യൂവും പിന്നെ ഒരു മൗത്ത് ഫ്രഷറും അതിൻ്റെ ഒരു കുട്ടി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഈ സ്വീറ്റ്സും ബാലൻസ് വീട്ടിൽ കൊണ്ടുവന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നടത്താനാ ഗൈസ്. ഇനി ബാക്കി വിശേഷം നമുക്ക് വഴിയെ കാണാം.